കൺട്രോൾ വിട്ടുപോകും. അയ്യോ മണ്ടച്ചാര, നീ എന്തിനാ ഇതിനകത്ത് കയറിയത്? നിനക്ക് നിന്റെ അപ്പുറത്ത് ബാത്റൂമിൽ പോയാൽ പോരായിരുന്നാ? എല്ലാരും കൂടെ തൊലക്കും. ഇറങ്ങാനായോ? ഒന്ന് പെട്ടെന്ന് ഇറങ്ങാവൂ. ഇത് കഷ്ടമാ. കണ്ണോളം എല്ലാത്തിന്റെ വിചാരം ഞാൻ വേലക്കാരിയാന്നാ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? കക്കൂസിൽ വേണ്ടി നിൽക്കുക. 3 കക്കൂസിൽ ഓരോരുത്തർ കയറി പ്രതിഷ്ഠിച്ചിരിക്കുക. മുറ്റത്ത് പോയിരിക്കാം. മുറ്റത്ത് പോയിരിക്കാനാ? ഒഴി അവിടുന്ന്. സഞ്ജുവിന്റെ മുറി പോയി നോക്കാം. അയ്യോ അയ്യോ എന്തുവാ ഒന്ന് പയ്യെ. ഞാൻ ശേരം കണ്ടിട്ട് നമ്മക്കോളാം. കടന്നോട്ടറി റൂമിൽ പോയി കിടക്ക്. ഇവിടെ എന്റെ മധുവിന്റെ റൂമായത്. അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും എല്ലാം ഈ നേരത്തെ കപ്പിച്ചു. നീ തന്നെ ഒന്ന് കൊണ്ടുപോകണം. പത്ത് മണിക്കും 12 മണിക്കും ഉറങ്ങിയണിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരും. എനിക്ക് അമ്മേ ചായ, അമ്മേ ദോശാന്നാക്കിക്കൊണ്ടിരിക്കും. നടു പണിങ്ങിട്ട് ഒരു തുണി എടുത്തു വെക്കുമല്ലോ അച്ഛനും മക്കളും. ഒരു ദിവസം ഞാൻ പണി മുടക്കിയിട്ട് നടുവേദന വന്നിട്ട് ഞാൻ കിടന്നങ്ങ് ഉറങ്ങും. എൻ്റെ ഹോട്ടലിൽ നിന്ന് മേടിച്ച് കഴിക്കട്ടെ എല്ലടും. അതാ സാധനങ്ങളെന്നറിയാം. എല്ലാത്തിനും കാരണം അച്ഛമ്മയാ വളം വെച്ച് കൊടുക്കുന്നത്. അതെന്തെങ്കിലും ഒന്ന് ചെയ്യോ? അതും ചെയ്യുമല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിലേ മുഖത്തോക്കി അങ്ങോട്ട് പറയണം. മുഖത്തോക്കും അറിയാൻ എനിക്ക് ഒരു മടിയുമില്ല. അല്ലാതെ ഇവിടെ ഇരുന്നിട്ട് കുറുകുറുകുറുന്ന് പൊറുകുറുക്കല്ല വേണ്ടത്. ഞാൻ പെറുപുറത്തൊന്നും ഇല്ലല്ലോ. ഞാൻ സാധാരണ നല്ല ശബ്ദത്തിൽ തന്നെ സംസാരിച്ചത്. ഓ ഞാൻ കേട്ടു. കേട്ടില്ലേ? അപ്പം പിന്നെ പെറുപുറത്തോ? എന്ത് സുഖം, പരമസുഖം. അമ്മ ഒറ്റ ഒരാളെ ഈ പിള്ളേർ ഇങ്ങനെ വഷളാക്കുന്നത്. ഓ നീ വളർത്തിയന്റെ ഗുണമാടി, അല്ലാതെ എല്ലാം കൂടെ എന്റെ തലമണ്ടയിലേക്ക് ഏറ്റല്. ഓ അമ്മ വളർത്തിയ ഒരു മോനുണ്ടല്ലോ, എനിക്ക് വലിയ നിലയിലായി പോയി. എന്റെ തലയിൽ വെച്ച് ഞാനും എന്റെ പിള്ളേരും അല്ല അനുഭവിക്കുന്നത് ഇപ്പൊ. ഓ അനുഭവിക്കുന്നു. നിനക്ക് ഇതുപോലുള്ള നല്ല ചെറുക്കനെ കിട്ടി നിന്റെ ഭാഗ്യം നോർത്താ. പിന്നെ എനിക്ക് വേറെ നല്ല കല്യാണം കുറെ വന്നതാ. ഓ വന്നു 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 ഞാനായതുകൊണ്ട്. ഉപ്പുണ്ടോ നോക്ക്. വിളിച്ചിട്ട് വായി വെക്കാൻ കൊള്ളൂല. ഉപ്പുണ്ടാക്കാൻ നോക്കാനായിട്ട്. ഇത് പുളിയുള്ള ദോശയാ. നീ തിന്നോ പുളിയുള്ളതാണെങ്കിൽ എനിക്ക് വേണ്ടെന്നേ. നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കാതെ എനിക്ക് 2 ദോശ ചുട്ടോ അമ്മേ. നീ കൈ കഴുകിയോ? എന്നാ പോയി കഴുകിട്ട് വാ. കഴിച്ചിട്ട് കഴിക്കാൻ പോരെ? നീ ടോയ്ലറ്റിൽ പോയതല്ലേ? പോയി കഴുകിട്ട് വേടാ. കക്കൂസിലും പോയിട്ട് അവിടെ ഇരുന്നിട്ട് സോപ്പിട്ട് നല്ല വൃത്തി കഴിക്കണം. ദോശ വേണോ? ഉണ്ടാക്കി തന്ന തിന്ന. പുളിയെല്ലാം ഉണ്ടാവും. സഹിക്കാതെ പറ്റുവാ? നീ വലിയ പെർഫെക്റ്റ് അല്ലേ എല്ലാത്തിലും? ഞാൻ പെർഫെക്റ്റാ. എനിക്കറിയാം പെർഫെക്റ്റാന്ന്. എന്താണ് പെർഫെക്റ്റ്? പെർഫെക്റ്റ് അർത്ഥം മാറിപ്പോയി. പെർഫെക്റ്റ് ഒന്നുമില്ലമ്മേ. അങ്ങനെ തന്നെ അമ്മ പറഞ്ഞ ആ സംഭവം തന്നെ അടിപൊളി. അങ്ങനെയാ. ചമ്മന്തിയും ദോശയും ആക്കിയിട്ട് ഞാൻ വരാം. വിളിക്കാം സമയമാകുമ്പോ. നീ പോ ചെല്ല്. എടാ എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല, എന്നെ ഒന്ന് പഠിപ്പിക്കണം. ഇവക്കടെ മുമ്പിൽ നിൽക്കണമെങ്കിലേ ഇച്ചിരി ഇംഗ്ലീഷൊക്കെ ഭാഷമാവണം. പഠിപ്പിക്കുമോ മോനെ? ഇന്ന് ഞാൻ നിന്നെ ഫേമസ് ആക്കൂടാ സഞ്ജു മോനി.
2 ദോശ കൂടി ചുട്ടരോ? എടാ ഇവിടെ വേറെ ആയിരിക്കും കഴിക്കണ്ടേ? ഞാനൊരു കൊച്ചല്ലേ, ഈ പ്രായത്തൊക്കെ കുറെ കഴിക്കണം. നാ, താങ്ക് യു. എന്താ അമ്മ കഴിക്കാനുള്ള? ദോശയെല്ലാം തീർന്നു. അപ്പൊ എനിക്കില്ലേ? എനിക്ക് വേണമെങ്കിൽ ചുട്ട് കഴിക്കുക. വാ. ഞാൻ ചുട്ട് കഴിക്കണോ? ആ വാ. ഞാൻ ഇന്നലെ ഒരു പയ്യന്റെ ഫോട്ടോ അയച്ചെന്നില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അതെന്തേ? അവനെ കാണാൻ വലിയ രസമൊന്നുമില്ല. മൂക്കൊക്കെ ചെരിഞ്ഞിരിക്കണം. മൂക്ക് ചെരിഞ്ഞിരിക്കണം. മൂട്ടോക്കെ നിന്റെ മൂക്ക് എങ്ങനെയാ ഇരിക്കുന്നേ? എന്റെ മൂക്കിന് എന്താ കുഴപ്പം? ആ, നിന്നെയൊക്കെ പഠിപ്പിച്ചിട്ട് ജോലിക്കും പോവുകയില്ല, ഓരോ യൂട്യൂബ് ബ്ലോഗർ എന്നും പറഞ്ഞ് നടന്നോളൂ. അമ്മയ്ക്ക് എന്താ? ഞാൻ യൂട്യൂബ് ചെയ്യണതിന് അമ്മയ്ക്ക് എന്താ കുഴപ്പം? ഞാൻ ആരും ഉപദ്രവിക്കണമൊന്നുമില്ലല്ലോ. എനിക്കൊരു കുഴപ്പം ഉണ്ടായിട്ടൊന്നല്ല. നീ എന്താ കല്യാണത്തിന് സമ്മതിച്ചാല്? അമ്മോട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇഷ്ടമില്ലാണ്ട് കല്യാണം ആലോചിക്കണ്ടെന്ന്. എന്നാ പിന്നെ ജോലിക്ക് പോകാൻ കഴിയുമോ? ജോലിക്ക് പോകാൻ കഴിയുമോന്ന്? എനിക്ക് കുറെ സ്വപ്നമൊക്കെ ഉണ്ട്, ഞാൻ അതൊക്കെ നോക്കി ചെയ്തോളാം. എന്ത് സ്വപ്നം? അതൊക്കെ ഉണ്ട്. സ്വപ്നം ചുടുവോ? ആ എന്നാ ചുടു. എന്നാ ചുറ്റിക്ക് പഠിക്കൂ അങ്ങനെയൊക്കെ. ആ കുടിക്ക്. ഇങ്ങനെയാണോ? ഇതാ സ്വപ്നം അല്ലേ? അമ്മ തന്നെ ചുട്ടോ. ഇങ്ങനെയാടാ അമ്മ ചുട്ടെന്നേ? അല്ല, ആ, ദോശ ഒഴിക്കുമ്പോൾ ചൂട് കൂട്ടി വെക്കണം, മനസ്സിലായാ? ഞാൻ പണി ചെയ്യുമ്പോൾ വന്ന് നോക്കണം എന്തൊക്കെയാ ഞാൻ ചെയ്യുന്നതെന്ന്. ഇങ്ങനെ തലയാട്ടിയാ പോരാ എന്തെങ്കിലും പറയുമ്പോ. ഇത് ഞാൻ നിനക്കെന്നെ തരും. അത് അമ്മ തിന്നോ? ആ, ഞാൻ തിന്നൂല. ഇത് നീ എന്നെ തിന്നു. അപ്പുണ്ണി നീ ആ ദോശ തിന്നോ? അവന് വേണ്ടുന്നത് ഞാൻ കൊടുത്തു കഴിഞ്ഞു. കഴിച്ചടാ. മുത്തല്ലേ തിന്നോ? നല്ല ദോശ. ചേച്ചിന്റെ പക്ഷെ എനിക്ക് വേണ്ട. ഇതെന്ത് ഡ്രസ്സാ ഇത്? ഇതിനാ ബ്ലാക്ക് പാൻറ്റല്ലേ ഇടേണ്ടത്? എന്തതിന് കുഴപ്പമൊന്നുമല്ലല്ലോടാ. ഇതിങ്ങനെ എന്നാന്ന് ഇത് ഫോൺ വെച്ചിട്ട് ഇങ്ങനെയെല്ലാം പറയുമ്പോൾ ഇടുന്നതെല്ലാം പൊങ്ങി ആൾക്കാരെല്ലാം കാണും. അതിന് വേണം നെഗറ്റീവ് കമന്റ് വരെ. അതൊക്കെ ഇപ്പോഴത്തെ ഫാഷനോ? ഫാഷൻ ഒരു കോലം കെട്ടല്. എടുക്കാൻ വരെ കിട്ടുന്നില്ല, കണ്ടില്ലേ? ഇതെന്നാ ഇത് പൊട്ടി ഇതായില്ലേ? ഞാൻ ഇത് നിനക്കെന്നെ തരും. ആ പ്ലേറ്റ് ഇങ്ങോട്ടൊക്കെ എടുക്കും. അമ്മ എനിക്ക് വേറെ ദോശ. ആ പ്ലേറ്റ് ഇങ്ങോട്ടൊക്കെ എടുക്കേ. മതി. എത്ര ഭംഗിയില്ലേ ഞാൻ ചുറ്റി ചുട്ടതാ ഇത്. നോക്കിയാ എനിക്കതാ. ഓ ചട്നി എവിടെയാ? ഞാൻ പോയി കഴിക്കാൻ പോവാ. 8 മണിക്കും 9 മണിക്കും ഉറങ്ങി എണീക്കും, എന്നിട്ട് ഫോണും കുത്തിയിരിക്കുക. ഞാൻ നിനക്കെന്നെ തരും. എന്നാലും എന്ത് വേഷം, എന്നെ പോലെ ഒരു ബനിയനോട് ട്രൗസർ ഇട്ടോ. ചായ വേണ്ടേ? ആ കപ്പെടുത്തിട്ട് വയ്ക്ക്. എനിക്ക് വാ. അമ്മയ്ക്ക് എന്നോട് ദേഷ്യ കല്യാണത്തിന് സമ്മതിക്കാത്തോണ്ട് എനിക്കറിയാം. അങ്ങനത്തെ ദേഷ്യമൊന്നും എനിക്കില്ല. കല്യാണത്തിന് പ്രായമാകുമ്പോൾ കല്യാണം കഴിക്കണം, അത്രേ ഉള്ളൂ. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് അങ്ങനെ ദേഷ്യമൊന്നുമില്ല. അങ്ങനൊന്നുമില്ല. അമ്മയ്ക്ക് എന്നോട് ഒരു ശല്യാണ്, ഞാൻ എവിടെയെങ്കിലും ഇറങ്ങി പോക്കോളാം. ഒറ്റയടി ഞാൻ വെച്ചാ നിൽക്കുവേ. വേണ്ടാത്ത വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കില എന്നോട് ഞാൻ പറഞ്ഞ ശല്യാന്ന്. ഞാൻ കുത്തിപ്പൊട്ടിക്കും ഇങ്ങനെ നോക്കിയിട്ടുണ്ട് കൂട്ടം കണ്ണോട്. പോടാ. ഇങ്ങനെ കഴിക്കും. രാവിലെ തന്നെ എന്താ പുഷ്പ ഇവിടെ കിടന്ന് ഒച്ചം ബഹളം കേൾക്കുന്നത്? ഞാനൊരു പയ്യന്റെ ഫോട്ടോ അയച്ചു കൊടുത്തില്ലേ, അത് അവർക്ക് ഇഷ്ടായിട്ടില്ല. അവക്ക് ഇഷ്ടമായില്ലെങ്കിൽ വേണ്ട. അമ്മക്ക് എന്താ ഇത്ര നിർബന്ധം എന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നു? ഞാൻ ഒരു ശല്യാണ്, ഞാൻ എവിടെയെങ്കിലും ഇറങ്ങി പോക്കോളാം. ഇപ്പൊ കല്യാണം കഴിക്കേണ്ട പ്രായമല്ലേ, ഇനിയപ്പ കഴിക്കല്? എന്റെ പുഷ്പ നീ കുറെ ഒന്നും അടങ്ങ്. നിങ്ങൾ തന്നെയാ വഷളാക്കുന്നത്, എന്നിട്ട് എനിക്കില്ലാത്ത ചീത്തപ്പേരുമില്ല. ആ എന്റെ കൊച്ചുമക്കളെ ഞാൻ വഷളാക്കും കേട്ടോ. നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. നിങ്ങൾ എന്തെങ്കിലും ചെയ്യമ്മേ. ദോശ വീട്, ഞാൻ പോവാ. മക്കൾ സമാനമായിരിക്കും കേട്ടോ. ഞാനെല്ലാം നോക്കിക്കൊള്ളാം കേട്ടോ. എന്നപ്പോ കല്യാണം കഴിപ്പിക്കണ്ട കേട്ടോ. കഴിക്ക് മോൻ, കഴിച്ചോ മക്കളെ. ദോശ ഇട്ടാരോ? ഇനിയും വേണോ? നീ എന്തുവാടി പറയുന്നേ? നിനക്ക് ഒരെണ്ണല്ലേ ഉള്ളൂ, എനിക്ക് പിള്ളേർ 4. പിള്ളേരെ കുറ്റം പറഞ്ഞുണ്ടല്ലോ.
എടി ഇന്ന് നീ നോക്കിയോടി, എൻ്റെ മകൻ PSC ടെസ്റ്റ് എഴുതി പാസ്സായി സർക്കാർ ഉദ്യോഗം മേടിച്ച് അമ്മയുടെ സ്ഥലം എഴുതി മേടിക്കും. ആ ഓ കുളിക്കും. നിന്റെ കൊച്ച് സർക്കാർ ജോലിയും കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല. അവള് ഒന്നും പറയുന്നില്ല. ആ വച്ചിട്ട് പോടി. എടാ നിനക്ക് നാണമില്ലേടാ അവളോട് തല്ലുകൂടാനായിട്ട്? ഒന്നിനും നിന്റെ അനിയത്തിയല്ലേ അവള്? അവൾ അനിയത്തി ആയതുകൊണ്ട് അവളെ തന്തയ്ക്ക് ഞാൻ വിളിക്കാഞ്ഞത്. എന്റെ തന്തയായിപ്പോയില്ലേ അവളുടെ? ഒന്ന് അടങ്ങടാ നീ ഒന്ന്. അടങ്ങുകയല്ലമ്മേ, ഇച്ചിരി മനപ്രയാസമുണ്ട്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട എന്നെ ഈ 4 പിള്ളേരെ വളർത്തിക്കൊണ്ട് വരുന്നത്. അവരുടെ പഠിത്തം എന്തൊക്കെ ചെലവാ അവർക്കുള്ളത്. അച്ഛൻ ഭയങ്കര ഹാപ്പിയാണല്ലോ. അതേടാ, അച്ഛൻ ഹാപ്പിയാടാ. അച്ഛൻ നാളെ കാശിക്ക് പോവാ. നിന്നെ കൊണ്ടുപോകുന്നുണ്ട് ഞാൻ. കൊണ്ട് മുട്ട അടിച്ച് അവിടെ തള്ളിയിട്ട് വരാൻ പോകുന്നില്ല. കണ്ടില്ലേ, മുട്ടയെന്ന് വരിഞ്ഞിട്ടില്ല ഒരു നരുന്ത് ചെക്കൻ. ഇനി ഇവനൊക്കെ എന്ന് വലുതായി വരാനാ അമ്മേ? എടാ അതിന് ഞാനെന്ത് ചെയ്യണം? അമ്മയുടെ സ്വത്തില്ലേ, അതെന്റെയോ എന്റെ പിള്ളേരുടെ പേര് എഴുതി തന്നൂടെ? അയ്യടാ, നിന്റെ മോൻ അവകാശം ഉള്ളത് പോലെ തന്നെ സരിതയുടെ മോൾക്കും ഇതിൽ അവകാശമുണ്ട്. അതിന് നീ ഇവിടെ കടന്ന് തുള്ളി കളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു കാര്യം ഓർത്തോണം അമ്മ, ഞങ്ങളിവിടെ പൊന്നുപോലെ നോക്കുന്നത്. ആരൊക്കെ? ഞാന്, എന്റെ ഭാര്യ, എന്റെ 4 പിള്ളേര്. നീ അമ്മയെ നോക്കുന്നതിന് വരെ കണക്ക് പറയാറില്ലേ? ആ ഇതാണ് അമ്മയുടെ സ്ഥിര അടവ്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംസാരിച്ച് സീരിയസ് ആയി കഴിയുമ്പോ അമ്മ സെന്റിമെന്റ്സ് കൊണ്ടിറക്കും. എടാ നിനക്ക് നിന്റെ മോനെ വിശ്വാസം ഇല്ലാത്തോണ്ടല്ലേടാ നീ എപ്പോഴും സരിതയോട് വഴക്കുണ്ടാക്കാൻ നിൽക്കുന്നത്? അയ്യോ, എനിക്ക് എന്റെ മോനെ നല്ല വിശ്വാസമാ. അവനെ എന്റെ ബുദ്ധിയാ. അവൻ PSC ടെസ്റ്റ് എഴുതും, പാസ്സാകും, അവൻ ജോലിയും മേടിക്കും. അമ്മ നോക്കിക്കും. മേടിക്കും. ആ ദേ പോണു നിന്റെ ബുദ്ധി. പോണ പോക്കണ്ട ഒന്നും പറയാനില്ലല്ലോ. നാളെ പണി നോക്കാം. രണ്ടും കണക്കാ. എന്നിട്ട് എന്റെ നേരെ വരുന്നു സ്വത്തിന് വേണ്ടി. ഒന്ന് പോയി ഇപ്പൊ തരാൻ സ്വത്ത് നിനക്ക്. ഏത് നേരത്ത് ഹലോ, യെസ് ഡാർലിംഗ്. നേരത്തെ എണീറ്റാ? സ്റ്റാറ്റസോ? ഏത് സ്റ്റാറ്റസ്? കൃഷ്ണയോ? ഒരു സെക്കൻഡ്. മിച്ചറും സോസും കോമ്പിനേഷൻ നോക്കട്ടെ. പൊന്ന അടിപൊളി. എനിക്ക് ഭയങ്കര കഴിവാട്ടോ. പുതിയ ഡിഷിനെ ഇറക്കി മിക്സ് സോസ്. ഇവിടെ തന്നെ എന്തോ അനാവശ്യം തൊണ്ടാക്കി സ്റ്റാർട്ടസ് വെച്ചേക്കുന്ന മനുഷ്യന് ഉറങ്ങാനും പറ്റിയില്ല. എന്തുവാടി എന്റെ ഫോട്ടോ നീ രാവിലെ സ്റ്റാറ്റസ് ഇട്ടേക്കുന്നേ? നീ കണ്ടാ? എടാ നിന്നെ കാണാൻ ഭയങ്കര സുന്ദരനായിരുന്നടാ, അതുകൊണ്ട് എടുത്തിട്ട്. രാവിലെ എനിക്ക് എന്റെ ഉറക്കം ശരിയായില്ല. ഡിലീറ്റ് ചെയ്തോളാ. ഡിലീറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇനി ഒരുപാട് പേര് കാണാനുണ്ട്. എന്റെ ഫ്രണ്ട്സും നാട്ടുകാരും എല്ലാം കണ്ട എന്റെ ഈ ഫോൺ തുറന്നിരിക്കുന്ന കോലം ഡിലീറ്റ് ചെയ്യടി. നീ ഇത്ര പെട്ടെന്ന് വൈറലായല്ലേ? ചുമ്മാ കളിക്കല്ലേ. ഡിലീറ്റ് ചെയ്യും ഫോണാളെ. ഡിലീറ്റ് ചെയ്യണോ അല്ലേ? എന്റെ കാല് പിടിക്കും. ഡിലീറ്റ് ചെയ്യും. കാല് പിടിച്ചാ ഡിലീറ്റ് ചെയ്യും. ശരിക്കും ഡിലീറ്റ് ചെയ്യും. കൃഷ്ണ നീ കളിക്കല്ലേ. എനിക്ക് പ്രാന്താവും. നീ ഫോണിങ്ങോ. ഫോൺ തരത്തില്ല. നീ ഫോണിങ്ങോ. ഇതിന്റെ പാസ്വേഡ് എന്തോ? വിട്. അല്ലെ ഫോൺ വിട്ടും. ഞാൻ പൊട്ടിക്കും. ഞാൻ മനഃപൂർവ്വം പൊട്ടിക്കും. ഹലോ ഗൈസ്, ഞാൻ ഇന്നൊരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാ വന്നേ. പ്രത്യേകിച്ച് നമ്മുടെ ഈ പാരന്റ്സ് ഒക്കെ പറഞ്ഞിട്ട് ഒരിക്കലും ഒരു കല്യാണത്തിന് സമ്മതിക്കരുത് കേട്ടോ. എന്റെ വീട്ടിൽ ഇപ്പൊ ഇതാണ് അംഗം. കാരണം ഒരെണ്ണത്തിനും ഒരു വിവരമില്ല. പ്രത്യേകിച്ച് എന്റെ അമ്മയ്ക്ക് 10 പൈസയുടെ വിവരമില്ല. എന്താ പറയാ, നിങ്ങള് ഈ ആരോടാണ് പറഞ്ഞത് എനിക്ക് വിവരമില്ലാന്ന്? ബ്ലോഗ് ചെയ്യണം. എന്ത് വ്ളോഗ്? ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണോ നാട്ടുകാരെ അറിയിക്കുന്നത്? അത് ഇതാണോ വ്ളോഗ്? എനിക്കല്ല അത് വേണം ഇത് വേണം പറഞ്ഞ് മേടിച്ചിരുന്നോണ്ടാണോ? എടി അവരവരെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നാട്ടുകാരെ അറിയിക്കാൻ പാടില്ല. മോശമല്ലേ അതൊക്കെ? എനിക്ക് വിവരമില്ലാന്ന് നിന്നോട് ആരാ പറഞ്ഞേ? എനിക്ക് വിവരമില്ലാന്ന് നിന്നോട് ആരാടി പറഞ്ഞേ? ആരാ പറഞ്ഞേ? നീ അടി അങ്ങോട്ട് മതിന്റെ ഭാഗത്തേക്ക് എടുത്തേക്കാ പോന്നെ. എനിക്ക് വിവരമില്ലാന്ന് പറയോ? അച്ഛനും നമുക്ക് വിവരമില്ലാന്ന് പറയല്ലേ? അതെയാ? നീ എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞു നടന്നു? പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നുണ്ട് ആൾക്കാരുടെ നമുക്ക്? മോന്ത ഞാൻ പിടിച്ചേക്കോ സത്തെ. ഇതിൽ നെറ്റാണ് ചെയ്തിരുന്നേ. ഈ കുന്ത്രടല് പറയും
പറ്റി ഇതിൽ നെറ്റ് ആരാ ചെയ്തരുന്നത്? നമ്മളല്ലേ ചെയ്തരുന്നേ? അല്ലേ? ഈ നാട്ടുകാരാണോ ചെയ്തരുന്നത്? നീ എന്തിനാ ഇങ്ങനെ വട്ടം കറക്കുന്നേ? മാസത്തെ അമ്മ പറഞ്ഞ കല്യാണത്തിന് സമ്മതിക്കാത്തോണ്ടല്ലേ എന്തെങ്കിലും എടുത്താലേ ഇനി തന്നെ ഞാൻ ഇവിടെ ഇറങ്ങിപ്പോ. ഇറങ്ങി പോന്ന പിന്നെ അതന്നെ കാണേണ്ടത്. ആ പോ. നിന്റെ ഇങ്ങനത്തെ അയക്ക സ്വഭാവത്തിന് നീ ഇറങ്ങി പോകുന്നത് തന്നെയാ നല്ലത്. ആ പോ. ഇറങ്ങി പോയി 2 ദിവസം കൊണ്ട് നീ അങ്ങ് തിരിച്ചു വരും. അത്ര തന്നെ. എന്റെ അമ്മയാന്നാ വിചാരം. എന്നെ പേടിപ്പിക്കാൻ നിൽക്കുന്ന അവള്. പോയി അടുത്ത്. പെൺപിള്ളാരാണോ മെക്കിട്ട് കയറുന്നത്? അച്ഛാ എന്റെ സ്റ്റാറ്റസ് ഡിലീറ്റ് ചെയ്യാൻ പറ. എന്റെ സ്റ്റാറ്റസ് ഡിലീറ്റ് ചെയ്യാൻ പറ വല്ലയിടത്ത്. എന്തുവാടി അച്ഛൻ കണ്ടില്ല അവന്റെ സ്റ്റാറ്റസ്? ഇവ വായം പൊളിച്ച് കിടന്നുറങ്ങുന്നത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒച്ചനുള്ള കോമാളിത്തം എങ്ങനെ തിരിക്കുന്ന? എടാ ഇത് കണ്ട് ആരാണ് ചിരിക്കാത്തത്? ഇപ്പൊ പൊട്ടാമത് കിടന്നുറങ്ങുന്ന വായും തുറന്നു കളഞ്ഞ. എന്തായാലും മക്കളെ അവന് ഇഷ്ടമല്ലാത്തല്ല അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളാം. ഡിലീറ്റ് ചെയ്യാനോ? കളഞ്ഞേക്ക് മോളെ. ആലോചിക്കാനോ? ഡിലീറ്റ് ചെയ്യടി. നീ ആദ്യം മര്യാദ സംസാരിക്കണം എന്റെ അടുത്ത്. അപ്പൊ ഞാൻ ഡിലീറ്റ് ചെയ്യാം. എടാ അവള് പറഞ്ഞ ശരിയല്ലേടേ? ഇത്തിരി മര്യാദക്കൊക്കെ വേണ്ടേ പെങ്ങന്മാരോട് സംസാരിക്കാൻ? ഇവളുടെ അടുത്തൊക്കെ എന്തോന്നും മര്യാദ വേണ്ട മക്കളെ, പ്ലീസ് വഴക്കൊഴിവാക്കൽ. അങ്ങ് ഡിലീറ്റ് ചെയ്യ്. ചെയ്യാം. മര്യാദക്ക് ഡിലീറ്റ് ചെയ്യടി. ഏയ് മോളെ അതങ്ങ് ഡിലീറ്റ് ചെയ്തേ. ഡേയ് നീ PSC ടെസ്റ്റിന് പഠിക്കുന്നുണ്ടാ? അത് പാസ്സായില്ലെങ്കിൽ ഈ ഗേറ്റിനകത്ത് നിന്നെ കയറ്റത്തില്ല, അറിയാവോ? ഇവളൊക്കെ ഉള്ള വീട്ടിലിരുന്ന് എങ്ങനെ മേടിച്ച് പാസ്സാവുന്ന? നീ എന്താ പറഞ്ഞേ? നിർത്തിക്കേ. ഇത്രയും നേരം തമാശക്ക് പറഞ്ഞു. ഇത് കാര്യമായിട്ടാണ്. നമ്മളത് ഡിലീറ്റ് ചെയ്തേ. ചെയ്യാന്ന് പറഞ്ഞല്ലോ. നീ എന്താ നോക്കുന്നത്? അച്ഛനും ഉമ്മയും ചെയ്യും. ഞാൻ ചെയ്തോളാം. വിട്ടത് മോളെ ഡിലീറ്റ് ചെയ്യും. ഞാൻ ചെയ്യുമെന്ന് അവള് ചെയ്യും. അവൾ എന്റെ മോളെ അവള് ചെയ്തോളൂ. പറഞ്ഞാൽ കേൾക്കും. മോളെ ഡിലീറ്റ് ചെയ്യും. ഞാൻ ചെയ്തു. പ്രൂഫൊക്കെ ഇങ്ങോട്ട് പോയെ അത് എവിടാന്ന് ചോദിക്കും. ദൈവമേ, പിള്ളേരുടെ എണ്ണം കൂടിയാലും കുഴപ്പമാണല്ലോ. നീ എവിടെയാ പോകുന്നത്? എന്റെ പിന്നാലെ വരണ്ട. നീ എവിടെയും പോകുന്നില്ല. എവിടെ നിന്നോണോ? അമ്മ എന്തിനാ എന്റെ പിന്നാലെ വന്നെ? ഞാൻ എവിടെങ്കിലും പോയി ജീവിച്ചോളാം. എന്തുവാ രാവിലെ രണ്ടുപേരും കൂടെ? കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ ഇങ്ങനെ കടന്ന് തുള്ളുന്നത്. ഞാൻ അവിടെ ശല്യാണെങ്കിൽ ഞാൻ എവിടെങ്കിലും പോവാണ്. ഇടി ഒന്ന് വാടക്ക്. നിന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ കൊച്ചിനെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കരുന്ന്. ഇടി അവർക്ക് കല്യാണപ്രായമായി തോന്നുമ്പോ അവര് നമ്മളോട് ആവശ്യപ്പെടും. നമ്മളെന്തിനാ ബുദ്ധിമുട്ടുന്നത്? ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ മാത്രം സംസാരിച്ചാൽ മതി. അത് പറയാൻ നീ ആരടി? അവൻ അഭിപ്രായം പറയാനേ നിന്റെ അവകാശമൊന്നും വേണ്ട. എന്റെ അമ്മ അവൾ എന്നോടല്ലേ പറഞ്ഞത്. ഞാൻ അങ്ങ് സഹിച്ചു. അമ്മ ക്ഷമിക്കേ. ഓ, പെണ്ണുമ്പോളോടുള്ള സ്നേഹം അവനങ്ങോട്ട് കൂടിപ്പോയി. അമ്മ ഇവിടെ എന്റെ ഭാര്യയല്ലേ. ഞാനല്ല അവൻ ആരെ ഇവിടെ സ്നേഹിക്കുക? എനിക്ക് ഇവളോട് സ്നേഹമാണ്. നിന്റെ മക്കൾക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിനെങ്കിലും സർക്കാർ ജോലി വാങ്ങണം എന്ന് പറഞ്ഞതിന്റെ പേരിലേടാ നീ കൊടുത്തോട് തുള്ളുന്ന അങ്ങോട്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ കൂട്ടിക്കോ. നിങ്ങളുടെ ഒരു മക്കൾക്ക് ഞാൻ ഈ വീട് സ്ഥലം എഴുതി തരാൻ പോണില്ല. ഇതുപോലെ ഉത്തരവാദിത്വം ഇല്ലാത്തങ്ങൾക്ക് എങ്ങനെ ഞാൻ എന്റെ വീടും സ്ഥലം എഴുതി തരും? അമ്മേ, എന്റെ മക്കളെ പറയരുതേ. പറഞ്ഞാ നീ എന്ത് ചെയ്യും? ആ പറ. നിങ്ങൾ പറയുന്നില്ലല്ലോ. പറയും. നിനക്ക് എന്റെ ഒന്ന് അകത്തോട്ട് പോകാമോ? തലയടിച്ച് പൊട്ടിച്ച് അതിന് ഞാൻ തന്നെ ആശുപത്രി കൊണ്ടുപോകും. സൂര്യവും തരത്തില്ല ഒരെണ്ണം. പിടിക്കടി. ഫുള്ള് പിടിക്കേ. എന്റെ മോക്ക് എന്താ ടെൻഷൻ? കല്യാണക്കാര്യം പറഞ്ഞോണ്ടാണോ? അല്ല അമ്മ, അതൊന്നല്ല. പിന്നെ അഭിഷേകിന്റെ കല്യാണം അടുത്ത മാസം. ഏത് അഭിഷേക്? ആ 1 വർഷം മുമ്പ് നിന്നെ തേച്ചിട്ട് പോയ ചെക്കനാ? ആ ചെക്കനെ നീ ഇപ്പൊ മനസ്സിൽ വെച്ചേക്ക? അല്ല, ഞാൻ വിട്ടു. പിന്നെ എന്നാലൊരു ആ ചെക്കനെ എനിക്ക് അന്നേരം ഇഷ്ടായിട്ടില്ല. ഒരു കോന്തന്റെ മാതിരി മുഖു. അതുകൊണ്ട് അതെല്ലാം മനസ്സൊന്ന് ഒഴിവാക്കണം. ആ ചെക്കൻ വേണ്ട നമുക്ക്. അവൻ നിന്നെ തേച്ചിട്ട് പോയ വിഷമത്തിലല്ലേ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ. അമ്മോട് മാത്രല്ല ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അമ്മ ബ്ലോഗ് ചെയ്തതിന് എന്നെ കുറ്റം പറഞ്ഞില്ലേ? എനിക്ക് നല്ല വിഷമമുണ്ട്. അല്ല, അതമ്മ ആ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാന്ന്. ഞാൻ എന്നിട്ട് ഇവിടെ ആരോടെങ്കിലും പറഞ്ഞ പ്രത്യേകിച്ച് ആ അച്ഛമ്മേനോട് പറയുകയേ ഇല്ല. പിന്നെ ഈ വീട്ടിൽ നിൽക്കാൻ കഴിയില്ല. എന്റെ മോക്കുണ്ടല്ലോ നല്ല സുന്ദരനായ നല്ല അടിപൊളി ചക്കര കിട്ടും. അമ്മയുടെ ഫോണിൽ ഒരു ഫോട്ടോ ഇട്ട് കാണിച്ചു തരട്ടെ? വേണ്ട. എടാ നീ എങ്ങനെ വെട്ടിയിട്ട്
ചെല്ല് ചെല്ല്. കൃഷ്ണനോടുള്ള ദേഷ്യം കളച്ചു തീർക്കാൻ പോവാ. അത് വേറൊരു മണ്ടൻ. എന്നാ വെയിൽ കൊള്ളാണ്ട് അകത്തേക്ക് വാ. ടാനടിക്കും.